ഗുഡ് മോർണിംഗ് ഞാൻ ആര്യ സനൽ ചെന്നൈയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഇന്നിവിടെ പ്ലാൻ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് പ്ലാൻ പറഞ്ഞു തരാനായി നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും സീന മേഡത്തിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. മേഡം എൻ്റെ അപ്ലൈൻ കൂടിയാണ്, ഒരു വീട്ടമ്മയാണ്. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സീന മേഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മേഡം പ്ലീസ് വെൽക്കം. താങ്ക് യു ആര്യ, താങ്ക് യു സോ മച്ച്. എന്നെ വളരെ നല്ല രീതിയിൽ MC ചെയ്തു, എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു. ആര്യ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഞാനിവിടെ ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നൊരു സ്ലൈഡിൻ. എൻ്റെ പേര് സീന. ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന സനു. പത്തനംതിട്ടയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എല്ലാവരും ഒരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ഈ വിന്നിംഗ് ടീമിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കസ്റ്റമർ ആണ് അല്ലേ. അവിടെ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. നമ്മൾ അവിടെ വെറും ഒരു കസ്റ്റമർ മാത്രമായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം വിന്നിംഗ് ടീം തരുന്നത്. ഈ പിക്ചറിൽ കാണുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് അല്ലേ. ഒരു ജോലി കിട്ടി അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിന് സാധിച്ചെന്ന് വരില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ ധാരാളം പണം സമ്പാദിക്കാനും ലക്ഷറി കാറുകൾ വാങ്ങിക്കാനും നമുക്ക് അവസരം ഉണ്ട്. നമ്മുടെ വരുമാനത്തിൽ നമ്മൾ വാഹനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് EMI ഒക്കെ എടുത്തുകൊണ്ടും ലോണൊക്കെ എടുത്തായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. EMI ഒന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വാഹനം നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ വിദേശയാത്രകൾ, നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ വിദേശയാത്രയൊക്കെ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് സ്വപ്നങ്ങളിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഈ വരുമാനം കൊണ്ട് നമുക്ക് വിദേശ രാജ്യങ്ങളൊന്നും പോകാൻ സാധിക്കത്തില്ല. ലക്ഷങ്ങൾ വേണ്ടിവരും. ഒരാൾക്ക് തന്നെ പോകാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. നമ്മുടെ ഈ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ടൂറൊക്കെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പോകുക. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ നമുക്ക് വിദേശ യാത്രകൾ ഫ്രീ ആയിട്ട് പോകാനുള്ള അവസരമുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഭവനം നിർമ്മിക്കാനും ഈ ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ സാധിക്കും. നമ്മുടെ വരുമാനം കൊണ്ട് നമ്മുടെ വരുമാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന് വീടൊക്കെ വെച്ചിട്ടുണ്ടാകും. അത് ലോൺ എടുത്തും നമ്മുടെ സ്വർണങ്ങളൊക്കെ വിറ്റുമൊക്കെ ആയിരിക്കും നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സ്വപ്നത്തിനൊത്തുള്ള വീട് വെക്കാനുള്ള ഈ ഓപ്പർച്യൂണിറ്റി കൂടെ സാധിക്കും. അതുപോലെ ഇപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടി എന്തെല്ലാം കിട്ടുമെന്ന് നോക്കാം. ഒരു എക്സ്ട്രാ ഇൻകം. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലിയോടൊപ്പം തന്നെ എല്ലാ മാസവും 10-ാം തീയതി ഒരു എക്സ്ട്രാ ഇൻകം ലഭിക്കും. അതുപോലെ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടുജോലിയോടൊപ്പം തന്നെ, വീട്ടമ്മ എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടിയതായിരിക്കാം. പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിച്ചവരായിരിക്കും. അതുപോലെ എവിടെയെങ്കിലും 1-2 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നെ വിവാഹിതയായി അവര് കുട്ടികളെ നോക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ പഠിപ്പിക്കാനുമായിട്ട് നല്ല വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടിയതായിരിക്കും പല ആൾക്കാരും. അവർക്കും ആഗ്രഹങ്ങൾ കാണും. സ്വന്തമായി ഒരു വരുമാനം നേടി അതിലൂടെ എല്ലാ സ്വപ്നങ്ങളും നേടാൻ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ സാഹചര്യം അതിന് പറ്റാത്തത് കൊണ്ടാണ്. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസീവ് ഇൻകം നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ പഠനത്തോടൊപ്പം കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ അവർക്ക് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേന് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം.
നമുക്കൊന്നും ഇല്ലാത്തതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുക, ഒരു ഡ്രസ്സ് എടുക്കാനോ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാനൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ അതിന്റെ പ്രൈസ് ടാഗിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിന് അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അവിടെ ഇല്ലാതെ വരും. അപ്പം നമുക്ക് ആ ഇഷ്ടമുള്ള സാധനം അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനൊത്തത് വാങ്ങിക്കാൻ പറ്റാതെ നമ്മുടെ ആ ഒരു വരുമാനത്തിനനുസരിച്ച് വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു ഇത് വരും. അത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം. നമുക്കെല്ലാവർക്കും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സമയമുണ്ടാകുമോ? ആ സ്ഥാപനത്തിലെ സൂപ്പർവൈസർമാരും മാനേജ്മെന്റുമായിരിക്കും നമ്മുടെ സമയം തീരുമാനിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, വീട്ടാവശ്യം വന്നാലോ അല്ലെ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പോകേണ്ടി വന്നാലും നമുക്ക് അവരുടെ ആ കമ്പനി മാനേജ്മെന്റിന്റെ ലീവ്, അവരോട് നമ്മൾ ലീവ് ചോദിക്കേണ്ടി വരും നമ്മുടെ സമയത്തിന് വേണ്ടി. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ധാരാളം സമയമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സമയം, ഇഷ്ടമുള്ള അടുത്ത് പോകാനും നമ്മുടെ എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ടൈം ഫ്രീഡം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ഇൻഡിപെൻഡന്റ് ബിസിനസ് ആണ്. ഗുഡ് ഹെൽത്ത്. നമ്മൾ ഇന്ന് എല്ലാവരും അസുഖങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് അല്ലേ? നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഇപ്പം ഹോസ്പിറ്റലുകളുടെ എണ്ണം വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു, മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, അതിലുപരി രോഗികളുടെ എണ്ണവും വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ 100ഓളം വെൽനസ് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അത് മനുഷ്യനും പ്രകൃതിക്കും ഹാനികരമല്ലാത്ത വെൽനസ് പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് 3 മാസമായിട്ട് ആയി. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാതെയും മരുന്ന് കഴിക്കാതെയും ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ പിന്നെ. ലീവ് എ ലെഗസി. നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളായി മാറും. നമുക്ക് നമ്മുടെ പൂർവികരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പം കണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവര് നമ്മൾക്ക് വേണ്ടി അവരൊന്നും നമുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ 3 തലമുറ നമ്മളെ ഓർക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ നമ്മളൊരു പാസീവ് ഇൻകം ആണ് കൊടുക്കുന്നത്. അപ്പം അവര് 3 തലമുറ നമ്മളെ ഓർത്തിരിക്കുന്ന, അവർക്കൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അവരെ ഓർത്തിരിക്കും. അതുപോലെ ഏർലി റിട്ടയർമെന്റ്. നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങി ജോലി കിട്ടി ഒരു 50ഓ 55ഓ വയസ്സ് വരെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്ത് റിട്ടയർമെന്റിലേക്ക് പോകുന്നത്. അപ്പോൾ 55ഓ 60ഓ വയസ്സിൽ ആകുമ്പോഴത്തേനും നമ്മുടെ വരുമാനം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു വരുമാനമില്ല. പിന്നെ നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ പെൻഷനൊക്കെ, തുച്ഛമായ പെൻഷനും കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. അത് മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ ചെലവിന് വേണ്ടി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ചെലവിന് പോലും അത് തികയുന്നുണ്ടാവില്ല. ഒരു 55ഓ 60ഓ വയസ്സിൽ നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടാവുക ഒരു 55ഓ 60ഓ വയസ്സിൽ. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 5 വർഷം സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാനാവും. അതുപോലെ ഒരു 18 വയസ്സുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു 21 വയസ്സ് ആവുമ്പോഴത്തേനും റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊന്നും ആൾക്കാരുടെ മുന്നിൽ വേദിയിലൊന്നും സംസാരിക്കാനും പ്രസന്റ് ചെയ്യാനും ഒന്നുമുള്ള കഴിവില്ലായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ അതിന് സാധിക്കുന്നുണ്ട്. ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. നമുക്ക് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാനെ കൊണ്ട് ഫ്രീ ആയിട്ട് സാധിക്കും. നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്നായിരിക്കും നമ്മൾ ടൂറൊക്കെ പോകുന്നുണ്ടാവുക. ഫാമിലിയോടൊപ്പവും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് പോകുന്നുണ്ടാവും. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് വർഷത്തിൽ 3 പ്രാവശ്യം പോകാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ ഉണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും ജീവിത ചെലവുകൾക്കും ഇടയിൽ നമുക്ക് അതിന് സാധിച്ചെന്ന് വരില്ല.
അവരെ നമുക്ക് സഹായിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം കൊണ്ടും നമുക്ക് നമ്മുടെ ചിലവുകൾ തന്നെ തട്ടിയും മുട്ടിയൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ആയിക്കോട്ടെ, അവരെ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 ഡൽഹിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് 10 പ്രോഡക്ട്സ് 2004 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 പ്രോഡക്റ്റുകളും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി തുടങ്ങിയ കമ്പനിയാണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയോ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ല ഇത്. പ്രൊഫൈല് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫൗണ്ടർമാരാണ് ഈ 3 വ്യക്തികൾ, മിസ്റ്റർ ഗൗതം ബാലി, മിസ്റ്റർ കാൻവാർബീർ സിംഗ് ആൻഡ് മിസ്റ്റർ ദീപക് സുസാർ. ഇവരുടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 35 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആണ് ഇവർ 3 പേര്. നമ്മുടെ ഇപ്പോൾ 21 വർഷം നമ്മുടെ കമ്പനി ഓപ്പൺ ആയിട്ട് ഇപ്പോൾ 21 വർഷം കഴിഞ്ഞപ്പോൾ 10 പ്രോഡക്ട്സിൽ നിന്ന് 450 കൂടുതൽ പരം പ്രോഡക്ട്സുകളും 2 ഓഫീസിൽ നിന്ന് 5000-ലധികം ഓഫീസും അതുപോലെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കമ്പനി, വെസ്റ്റീജ് കമ്പനി. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ 38ാം സ്ഥാനത്താണ് നമ്മുടെ കമ്പനി നിൽക്കുന്നത്. ഇപ്പോൾ 8 രാജ്യങ്ങളിൽ ഈ കമ്പനി ഇന്റർനാഷണൽ പ്രസൻസിൽ ഇന്ത്യ, UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവറി കോസ്റ്റ്, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ ഇപ്പൊ എത്തിക്കഴിഞ്ഞു. ഇനി അവരുടെ മിഷൻ എന്ന് പറഞ്ഞാല് 30ഓളം രാജ്യങ്ങളിൽ എത്തിക്കുക, സ്വന്തമായി 1000-ലധികം പ്രോഡക്ട്സുകൾ സ്വന്തമായി മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയായി വളരുക എന്ന ലക്ഷ്യത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. നമ്മളെല്ലാവരും ഇത്രയും വലിയൊരു കമ്പനിയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? നമ്മൾ ഇന്ന് വരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ സാധനം വാങ്ങിക്കുന്നത് എവിടെ നിന്ന്? മാർക്കറ്റിൽ നിന്ന്. അത് നമ്മൾ ആ സാധനം മാർക്കറ്റിൽ വന്നത് അറിയുന്നത് പരസ്യങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുന്ന സാധനം C&F ഏജന്റ് ആണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. ആ C&F ഏജന്റ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ വഴിയാണ് നമുക്ക് കൺസ്യൂമറായ നമ്മളിൽ എത്തുന്നത്. നമ്മളത് 100% MRP കൊടുത്താണ് നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. ഇവിടെ കമ്പനിക്ക് 40% മാത്രമേ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉള്ളൂ. ബാക്കി 60% ഈ ഇത്രയും ഇടനിലക്കാരാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? നമ്മൾ ഈ സാധനം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ കൊടുത്ത് നമ്മൾ 100% MRP കൊടുത്താണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റും കിട്ടാറില്ല. നമ്മുടെ പൈസ കൊണ്ട് സെലിബ്രിറ്റികളാവുന്നത് TV സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ആയിരിക്കും. പിന്നെ ഇത്രയും ഡീലർമാരുമായിരിക്കും അവർക്ക് വരുമാനം കിട്ടുന്നത്. നമ്മുടെ കമ്പനിയിൽ നേരിട്ടാണ് നമുക്ക് നേരിട്ട് കസ്റ്റമറിലേക്കാണ് സാധനം വാങ്ങിക്കാൻ പറ്റുന്ന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40% മാത്രമേ കമ്പനിക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ആവുന്നുള്ളൂ. ബാക്കി 60%വും ഒരു ഇടനിലക്കാർക്കും സെലിബ്രിറ്റികൾക്കും കൊടുക്കാതെ, പരസ്യക്കാർക്കും കൊടുക്കാതെ നേരിട്ട് കൺസ്യൂമറായ നമ്മൾക്ക് തന്നെയാണ് പല വരുമാനങ്ങളായി നമുക്ക് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾ ഇത്ര നാളും എവിടെ നിന്നാണോ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് ആ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മളൊരു 1000 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കാൻ നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്.
മണി ബാക്ക് ഗ്യാരണ്ടി 100%. നമ്മളിപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 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 നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല, അത് തിരിച്ചു കൊടുക്കാൻ അവര് തിരിച്ചെടുക്കില്ല അല്ലേ. നമ്മുടെ കമ്പനി 21 വർഷമായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മളൊരു 30% വാങ്ങിച്ച് ഉപയോഗിച്ച് അത് കൊള്ളില്ല എങ്കിൽ അവർ തിരിച്ചെടുത്തിട്ട് നമുക്ക് ചെലവായ പൈസ തരും. അത്രയ്ക്കും ഗ്യാരണ്ടിയാണ് നമ്മുടെ പ്രോഡക്റ്റിനെല്ലാം. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ, നമ്മളൊരു 100 പോയിന്റ് 4 മാസം, 100 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 3200 രൂപയ്ക്ക് സാധനം 4 മാസം തുടർച്ചയായി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 5-ാം മാസം നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അടുത്ത സ്ലൈഡ് സാർ. ഇപ്പം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികളാണ് 3 ഇൻഡസ്ട്രിയാണ്: നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനെസ്, ഇ കൊമേഴ്സ്. നമുക്ക് ഇ കൊമേഴ്സ് അറിയാം ഇല്ലേ, ആമസോൺ, മീഷോ, ഇതൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ വഴി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതല്ലേ നമ്മളെല്ലാവരും. നമുക്ക് അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാറുണ്ടോ? അമേരിക്കൻ കമ്പനിയായ നമ്മൾ വാങ്ങിക്കുന്ന പല കമ്പനികളുടെ പ്രോഡക്റ്റ് ആമസോൺ കമ്പനി നമ്മുടെ വീടുകളിൽ എത്തിക്കുമ്പോൾ അവരാണ്, ആ കമ്പനികളാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. നമുക്കവിടെ ഒന്നും കിട്ടില്ല. നമ്മുടെ ഈ കൊമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ, നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒരവസരമുണ്ട്. അതുപോലെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതുപോലെ നമുക്ക് നല്ലൊരു ആരോഗ്യം നമ്മുടെ ഈ കൊമേഴ്സിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ വെൽനെസ്, പോൾസ് ആൻഡ് പിൽസർ എന്ന് പറയുന്ന US എക്കണോമിസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു ഇനി IT കാലഘട്ടമാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന്, IT റെവല്യൂഷൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഇനിയും വരാൻ പോകുന്ന ഇൻഡസ്ട്രി വെൽനസ് ഇൻഡസ്ട്രി ആണെന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കമ്പനി 100ഓളം വെൽനസ് പ്രോഡക്റ്റുകൾ നമുക്ക് ഇപ്പോഴേ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ 3 നെറ്റ്വർക്ക് മാർക്കറ്റും ഇ കൊമേഴ്സും വെൽനസും കൂടി ചേർന്ന 3 കോമ്പിനേഷനും കൂടെ ചേർന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് നമ്മുടെ കമ്പനി. നമുക്കത് നല്ലൊരു ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലൈഫ് ലോങ് പാസീവ് ഇൻകം, നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലായില്ല എങ്കിൽ വരും സെക്ഷനുകൾ അറ്റൻഡ് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സീന മാഡം. ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ മാഡം പറഞ്ഞു തന്നു. ഇനിയും നമ്മൾക്ക് ഒരു ക്ലോസിംഗ് സെഷൻ ആണ്. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനായി നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡുമായിട്ടുള്ള ഷാജി മിത്തൽ സാറിനെയാണ്. സാർ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ക്രൗൺ ഡയറക്ടർ ആണ്. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ആര്യ. ആദ്യമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഒരാൾ MCI ചെയ്യുന്നത്. ബിസിനസ് വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. വളരെ മനോഹരമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീന സനു ഫസ്റ്റ് പ്രസൻറ്റേഷനാണ്. ബിസിനസ്സിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങളെല്ലാവരെയും പോലെ തന്നെയാണ് സീന സനു ബിസിനസ്സിൽ വന്നത്. ഈ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ആരോഗ്യത്തിലുണ്ടായ മാറ്റമാണ് അവരുടെ ഫാമിലിയൊപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ആദ്യം. ജുമാന വെയിറ്റ് ചെയ്യും, ജുമാൻ പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആക്കി തരാം. ഇവിടെ ഈ സംസാരിച്ച ആര്യ സനലായിക്കോട്ടെ കുറച്ച് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിക്കാനൊരു അവസരം അവർക്ക് കിട്ടിയിട്ടുള്ളത്. പേഴ്സണാലിറ്റിയിലുണ്ടായ അവരുടെ മാറ്റം. സീന സനു എന്ന വ്യക്തി ഒരു കമ്പനിയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഒരു 25 മിനിറ്റോളം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പുതിയ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ടാവും. അത് ക്ലിയർ ആക്കി ഞാൻ തരാം. നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരു അഡീഷണൽ ഇൻകം, ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചാണ് വന്നത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പല ആൾക്കാരും സൂം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ആവശ്യമില്ലാതെ നമ്മളെ കൊണ്ട് 30,000-നൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന പല കമ്പനികളും കണ്ടിട്ടുണ്ടാവും.
500 രൂപക്ക് പേസ്റ്റ് കൊടുക്കുന്ന കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. മണി ചെയിൻ രൂപത്തിൽ പല ആൾക്കാരുടെ പൈസ വാങ്ങിച്ചിട്ട് അപ്പുറം ഇപ്പുറം ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ബിസിനസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആർക്കും പൈസ കൊടുത്തിട്ടല്ല ബിസിനസ് ചെയ്യുന്നത്. ഒരാളുടെ കേസിൽ നിന്ന് ഒരു പൈസയും വാങ്ങിക്കേണ്ട. ഒരാളെ കൊണ്ട് നിർബന്ധമായിട്ട് ഒരു സാധനം ചാക്കിൽ പർച്ചേസ് ചെയ്യിപ്പിച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വരുമാനം കൂടാൻ വേണ്ടിയിട്ട് ആരെയും സാധനം വാങ്ങിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ നാളെ ഇതുവരെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ്. നമ്മളെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ പല്ല് തേക്കാൻ തുടങ്ങി അന്നിട്ട്, കുളിക്കാൻ തുടങ്ങി അന്നിട്ട് നമ്മൾ സോപ്പും പേസ്റ്റും വീട്ടിൽ ചായപ്പൊടിയും പാചകം ചെയ്യുന്ന എണ്ണകളും പാത്രം കഴുകാനും തുണി കഴുകാനും തറ തുറക്കാനും ടോയ്ലറ്റ് കഴുകാനുള്ള ഇങ്ങനെയുള്ള പലവിധം പ്രോഡക്റ്റുകൾ നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ടി വിയിലൂടെ സിനിമാ താരങ്ങൾ പരസ്യങ്ങൾ പറയുന്നു, നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ പോയി സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. എന്താണ് നമ്മൾക്ക് അവിടെയുള്ള ബെനിഫിറ്റ്? സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും മാത്രമേ സാധിക്കുന്നുള്ളൂ. നമുക്കവിടെ വരുമാന മാർഗമൊന്നുമില്ല. ടി വിയിലൂടെ ഐശ്വര്യ റായ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ലക്സ് സോപ്പാണ് എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന് പച്ചക്കള്ളം പറയുകയാണ് ഒരു സിനിമാ താരമായ ലോകസുന്ദരിയായിരിക്കുന്ന ഐശ്വര്യ റായ് പറയുന്നത്. എന്താണ്? 5 കോടി രൂപ കൊടുത്തിട്ടുണ്ട് അവരെ പറയിപ്പിക്കുന്ന പരസ്യം. ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റി വെച്ചിരിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. മൈ എനർജി അത് തന്നെയാണ്. പക്ഷെ ആ ബൂസ്റ്റ് കഴിച്ചിട്ടല്ല, കമ്പനി കൊടുത്തിരിക്കുന്ന 5 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ എനർജി. ഇങ്ങനെ പല കമ്പനികൾ അദ്ദേഹത്തിന് പരസ്യത്തിന് പോയി കോടികൾ കൊടുക്കുന്നത്. MRF ടയറിന്റെ പരസ്യത്തിന് അദ്ദേഹം കോടികൾ വാങ്ങിക്കുന്നുണ്ട്. ഈ സിനിമാ താരങ്ങൾ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വഴി നമ്മൾ കൊടുക്കുന്ന ആ 60% കൊണ്ട് അവരെ കോടീശ്വരന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 40 രൂപയുടെ സാധനത്തിന് നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന കമ്പനിയാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിൻ്റെ സാധനങ്ങൾ നമുക്ക് നേരിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാനും അതിലൂടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുകയാണ്. വെസ്റ്റീജ് കമ്പനിയിൽ നിന്നും 450-ൽ പരം പ്രൊഡക്റ്റുള്ള 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊരു സാധാരണക്കാരനും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ കമ്പനിയിലെ 450-ൽ പരം പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. അത്രക്കും ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ഏതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണ് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ്. 100% നാച്ചുറലും ഓർഗാനിക്കുമാണ്. ഇവിടെ യാതൊരുവിധ നിർബന്ധമായിട്ടുള്ള പർച്ചേസിംഗ് ഇല്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്താണോ പൈസ കൊടുത്ത് കടകളിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇതിലേക്ക് മാറ്റുക. ആ ഷോപ്പ് ഒന്ന് മാറ്റുക, ആ ബ്രാൻഡിനെ ഒന്ന് മാറ്റുക. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 44 രൂപയാണ്. നമ്മുടെ സോപ്പിന്റെ വില. പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ വില 63 രൂപയാണ്. നമ്മൾ ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന പേസ്റ്റ് അറിയില്ലേ? സെൻസോഡിൻ എന്ന് പറഞ്ഞ പേസ്റ്റ്. സെൻസോഡിന് 240 രൂപയാണ്. നമ്മുടെ കമ്പനിയുടെ പേസ്റ്റിന്റെ വില വെറും 63 രൂപ. സെൻസോഡിനേക്കാളും ക്വാളിറ്റിയുള്ള പേസ്റ്റ്. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കും പല്ലുവേദന മാറ്റാൻ സാധിക്കുന്ന പേസ്റ്റ്. ഒരൊറ്റ ഉപയോഗത്തിലൂടെ പല്ലുവേദന മാറ്റാൻ സാധിക്കുന്ന പേസ്റ്റ്. അത് നിങ്ങൾ കോൾഗേറ്റിന്റെ വില എത്ര? 100 ഗ്രാം കോൾഗേറ്റിന്റെ വില 68 രൂപയൊക്കെ ഉണ്ട്. 65 രൂപ, 68 രൂപ ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ പേസ്റ്റിന്റെ വില 63 രൂപ. ആ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? അതാ പറഞ്ഞ ഏതൊരു സാധാരണക്കാരനും വെസ്റ്റേജിലുള്ള ബിസിനസ് തുടങ്ങാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് വാങ്ങിക്കുന്ന ആ പല്ല് തേക്കുന്ന പേസ്റ്റും കുളിക്കുന്ന സോപ്പും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിയോടൊപ്പം ബിസിനസ് തുടങ്ങാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക, ID എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. ഫ്രീ ആണ്, പൈസ കൊടുക്കേണ്ട. രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂ ഒരു കസ്റ്റമറായിട്ട് ഈ കമ്പനിയുടെ ഒരു സ്ഥിരം കസ്റ്റമറായിട്ട് മാറാനും നിങ്ങൾക്ക് ഉപയോഗിച്ച പ്രോഡക്റ്റിൽ കിട്ടുന്ന ആ ക്വാളിറ്റി, അതിൽ നിന്ന് കിട്ടിയ ആ സന്തോഷത്തെ ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, ആ എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. നമ്മളിന്ന് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഇതിലെല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരായിരിക്കും. സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല സിനിമയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ മൊബൈലിനകത്തൊരു യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ആരും അയച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഒരു നല്ല സാരിയോ ചുരിദാറോ ഷർട്ടോ പാൻറ്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ ആ വാങ്ങിച്ച കടയെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്. മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നല്ലതാണെങ്കിൽ ക്യാമറ ക്ലാരിറ്റി ഉണ്ട്, നല്ല ബാറ്ററി പവറാണ്, ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു സിനിമ കണ്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുമോ? ഇല്ല. എന്നറിഞ്ഞിട്ട് പോലും നമ്മൾ ഷെയർ ചെയ്യാറില്ലേ? ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. ഈ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ 63-ന്റെ പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് പല്ലുവേദന മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് പല്ലുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും.
അതുകൊണ്ട് വാങ്ങിക്കാനോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുന്നത് വഴി ഇതൊരു ബിസിനസ്സായി മാറുകയാണ്. വന്ന ഉടനെ വാരിക്കോരി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ വെറുതെ ഇരുന്നാൽ രണ്ടുപേരും അപ്പുറം ചേർത്താൽ പൈസ കിട്ടുന്ന ആ മണി ചെയിൻ ബിസിനസ് അല്ല കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പണിയെടുക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ജെന്യൂൻ ആയിട്ടൊരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് വന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പല ആൾക്കാരും വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമല്ലോ എന്നുള്ള പരിപാടി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും കൊണ്ട് 25,000 കുറെ സാധനം ടീഷർട്ടും ജ്യൂസും വാങ്ങിച്ചിട്ട് കട്ടിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെക്കുക, രണ്ടുപേരെ കൊണ്ട് അതേപോലെ സാധനം വാങ്ങിപ്പിച്ച് വരുമാനത്തിന് കാത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ. നിങ്ങൾ പല ആൾക്കാരും ഫോറവർ പോലത്തെ കമ്പനിയിലോ ഫിജി കാർഡ് പോലത്തെ കമ്പനിയിലോ പോയി പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാവും ചിലപ്പോൾ. അതിൽ നിന്നൊന്നും നേടാൻ പറ്റിയ ആൾക്കാരായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടോ നിങ്ങളുടെ ഒരാളും സാധനങ്ങൾ വാങ്ങിക്കാൻ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എത്രയെങ്കിലും പൈസക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതിൻ്റെ വില നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ, ഒരു തീരുമാനം എടുക്കുക. ഈ കമ്പനി നമ്മുടെ ടീമിനോടൊപ്പം നിൽക്കുക, ഈ ബിസിനസ് പഠിക്കുക, ഇതെങ്ങനെ വലിയൊരു ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ഇതിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതിന് പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, ഏതാണോ നിങ്ങളുടെ ഫ്രീ ടൈം, ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടെങ്കിൽ അത്, വൈകുന്നേരം 5 മണിക്കാണെങ്കിൽ അത്, രാത്രി 9 മണിക്കാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ രാവിലെ 6 മണിക്കായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇനി അതല്ല, മൊബൈലിലൂടെ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇൻവേസ്റ്റ് വ്യക്തിയോട് സംസാരിക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് അറിയാനെങ്കിലും മനസ്സിലാക്കാനെങ്കിലും വിശ്വസിക്കാനെങ്കിലും ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2-3 ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരും, കോൺഫിഡൻറ്റ് വരും. ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ, നിങ്ങൾ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആകുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ? അല്ല, നിങ്ങൾ മുന്നേ കേട്ട ഏതെങ്കിലും പ്ലാൻ പ്രസന്റേഷൻ കേട്ട വ്യക്തിയായിരിക്കും. അതിൽ പറഞ്ഞ പോലെ 30,000 സാധനം വാങ്ങിക്കാനും പിന്നീട് നമ്മൾ മാറ്റി പറയാനൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മൾ വർഷങ്ങളായിട്ട് 4.5 വർഷമായിട്ട് ഈ സൂം മീറ്റിംഗ് ഇതേ സമയത്ത് ഇതേപോലെ നടക്കുന്നതാണ്. 4.5 വർഷമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ബിസിനസ്സിൽ വന്നിട്ട് 4.5 വർഷമായി. ദുബായിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് 3 വർഷമായി. എൻ്റെ ഫാമിലി ഇവിടെയുള്ള മക്കളൊക്കെ കൂടെ പഠിക്കുന്നുണ്ട്, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ദുബായ് പോലത്തെ ഒരു എക്സ്പെൻസീവ് നഗരത്തിൽ ഫാമിലിയോടൊപ്പം ഞാൻ നിൽക്കുന്നത് വെസ്റ്റീജ് ബിസിനസ് ചെയ്തുകൊണ്ടാണ്. ജോലി 18 വർഷം ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ. അവിടെ നിന്ന് എനിക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല, ജീവിച്ചു പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ റിട്ടയർമെന്റ് ലൈഫിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും റിട്ടയർമെന്റ് ലൈഫിലാണ്. 3 ജനറേഷനെ സേഫ് ആക്കുന്ന ബിസിനസ്സാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ വരുമാനം വരുന്ന ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എന്നോടൊപ്പം ഒരുപാട് വീട്ടമ്മമാർ, നിങ്ങളെപ്പോലെ വന്നിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ, ഒരു വിശ്വാസമില്ലാതെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് പോലും 50,000-ൽ കൂടുതൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിലൂടെ. കാറിൻ്റെ ലൈഫ് ലോങ് EMI വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനടക്കം വീടിൻ്റെ ഫണ്ട് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഇതിൽ കേരളത്തിൽ 14 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഡെപ്യൂട്ടി തഹസിൽദാറായി ജോലി റിസൈൻ ചെയ്തതിനു ശേഷം, പ്രായമായതിനു ശേഷം റിട്ടയർമെന്റ് ലൈഫിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് ഇതിൽ 14 ലക്ഷം വരുമാനമുണ്ട്. 86 വയസ്സുള്ള വ്യക്തിക്ക് ഇതിൽ 5 ലക്ഷം വരുമാനമുണ്ട്. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആയിഷ മാഡം, മലപ്പുറത്തിൽ ആയിഷ മാഡം ഈ ബിസിനസ്സിലൂടെ 1 കോടിയിലെ 2 വീട് വെച്ച് ഇന്നലെ ഹൗസ് വാമിംഗ് ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. മലപ്പുറത്തുള്ള 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, സൗന്ദര്യമോ ആരോഗ്യമോ പ്രശ്നമല്ല. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അസുഖങ്ങൾ വരാതെ, ഹോസ്പിറ്റലിൽ പോവാതെ, മരുന്നുകൾ കഴിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഈ ബിസിനസ് ഒന്ന് അറിയാൻ ശ്രമിക്കാം. നമ്മൾ ഇന്ന് അമ്മമാരൊക്കെ അറിയാം, മക്കൾക്ക് പനി ജലദോഷം സ്ഥിരമായിട്ട് വരുന്ന എത്ര അമ്മമാരെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പനിയും ജലദോഷം വന്ന് ആന്റിബയോട്ടിക്കും കഫ് സിറപ്പും സ്ഥിരമായിട്ട് കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മക്കൾക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞതിൻ്റെ പേരിലും അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് അസുഖങ്ങളാണ്. അതിൽ നിന്നൊരു മോചനം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, സപ്ലിമെന്റിനകത്ത് മരുന്നുകൾ, ഒരു മരുന്ന് നമ്മുടെ ഇഷ്യൂല കേട്ടോ. ഈ പറയുന്നത് ഫുഡ് സപ്ലിമെന്റേഷൻ ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കിട്ടാത്തത് കൊണ്ടാണ് നമുക്കിന്ന് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം വിഷമടങ്ങിയ പച്ചക്കറി അത് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അത് സാമ്പാറും അവിയലും ആക്കി 1-2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു വൈറ്റമിൻസും നമുക്ക് ശരീരത്തിൽ കിട്ടത്തില്ല. ഹോർമോൺ അടിച്ച് ചിക്കനാണ് നമ്മൾ കഴിക്കുന്നത്, അതിൻ്റെ മുട്ടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രോട്ടീൻസ് കിട്ടത്തില്ല. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാൽ കുടിക്കുന്നത്. ഏറ്റവും ഡേഞ്ചറാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്, അതറിയാവോ? അതിൻ്റെ മിനറൽസ് നഷ്ടപ്പെടുവാൻ. അപ്പോൾ മിനറൽസും ഇല്ല. അപ്പോൾ നമ്മൾക്ക് ബ്രെയിൻ പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലം, എല്ലാ പ്രോബ്ലംസും വരും. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ നിന്ന് കഴിക്കുന്നത് കെമിക്കൽ ഡ്രഗ്സാണ്, മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക.
ആരോഗ്യം വീണ്ടും നശിച്ചുകൊണ്ടിരിക്കും. ഷുഗർ വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ചോദിച്ചു നോക്കൂ, എത്ര വർഷമായി മരുന്ന് കഴിക്കുന്നു? ഒരു കൂസലും ഇല്ലാതെ അവർ പറയും 10 വർഷമായി, അല്ലെങ്കിൽ 15 വർഷമായി. 25 വർഷമായി ഷുഗറിന്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 25 വർഷമൊക്കെ ഷുഗറിന്റെ ഗുളിക കഴിച്ചാൽ 10 വർഷം കഴിച്ചാൽ പോലും അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കത്തില്ല. അവർക്കാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കഴിയുമ്പോൾ കിഡ്നി പോയിട്ടുണ്ടാവും, പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഷുഗറിന് മുറിവ് വന്നു കഴിഞ്ഞാൽ കാലിന്റെ മുറിവുകൾ ഉണങ്ങത്തില്ല, പിന്നെ കാല് മുറിച്ച് കളയണം ഡോക്ടർ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷുഗർ ഒരൊറ്റ മാസം കൊണ്ട് കൺട്രോൾ എത്തിക്കാൻ പറ്റും. നീമിന്റെ 334 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 334 രൂപയ്ക്ക് നാരങ്ങ മുട്ടായി വാങ്ങിക്കാൻ പറ്റില്ല 100 എണ്ണം. ഈ 6 വിപ്പിന്റെ 334 രൂപ കൊടുത്ത 100 ക്യാപ്സൂൾ വാങ്ങിക്കാം. ഒരൊറ്റ മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ആർക്കും ഷുഗർ പ്രോബ്ലം ഉണ്ടോ? കൊളസ്ട്രോൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളെ വെളിച്ചെണ്ണ മാറ്റി തവിടെണ്ണ ഉപയോഗിക്കും. നമ്മുടെ കമ്പനിയിൽ ഒറിജിനൽ ആയിട്ടുള്ള ഫിസിക്കലായി റിഫൈൻ ചെയ്ത തവിടെണ്ണ വെളിച്ചെണ്ണയെക്കാളും ലാഭമാണ്. ബിസിനസ് തുടങ്ങാൻ സാധിക്കും. നിങ്ങളെ വീട്ടിൽ പാചകം ചെയ്യുന്ന എണ്ണ മാറ്റിക്കൊണ്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. തലയിൽ തേക്കുന്ന ഷാമ്പു മാറ്റിക്കൊണ്ട് ബിസിനസ് തുടങ്ങാൻ പറ്റും. ഹെയർ ഓയിൽ മാറ്റി വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സാനിറ്ററി നാപ്കിൻ, പാൻറ്റി ലൈനേഴ്സ്, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, ബ്യൂട്ടി പ്രൊഡക്റ്റ്, 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. കൃഷിക്കുള്ള പ്രൊഡക്റ്റുകളുണ്ട്. എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും. ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വരുമാനം? നിങ്ങൾക്ക് വേണോ? വീട്ടിലിരുന്നു കൊണ്ട് മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, ഒരാളുടെ പോലും വേർപ്പിന്റെ ഒരു പൈസ വാങ്ങിക്കാതെ നിങ്ങളുടെ സമയം ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയോട് കണക്ട് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടോ? അവർക്ക് നിങ്ങളെ വിജയിപ്പിച്ചാലാണ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ വേറെ വ്യക്തി വിജയിപ്പിച്ചുകൊണ്ട് ഒരു വരുമാനം വാങ്ങിക്കും. അപ്പോൾ അത് നിങ്ങൾ ആകാൻ വേണ്ടി ആഗ്രഹിക്കുക, നിങ്ങൾ ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരോട് സംസാരിക്കുക, ഒരു ഐഡിയ എടുക്കുക, ഞങ്ങളുടെ ടീമിലേക്ക് വരിക, ഇതിനെക്കുറിച്ച് ഓരോ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ജുമാനക്കോ അല്ലെങ്കിൽ യാക്കൂബിനോ ജീന ജസ്റ്റിനോ ഫസീലക്കോ ഷെയ്ഖ മുഹമ്മദിനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടിന് അൺമ്യൂട്ടാക്കി ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജുമാന ചോദിച്ചോളൂ. എന്താണ് ജുമാനക്കുള്ള ഡൗട്ട് പറയും. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും ക്ലിയർ ആയി തോന്നിയിട്ടുണ്ടോ? ക്ലിയർ ആണെങ്കിൽ ജുമാന പറയും. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് സാധനം വാങ്ങിയിട്ട് എങ്ങനെ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ജുമാന, ഞാൻ ഈ സംസാരിച്ചത് കംപ്ലീറ്റ് ജുമാനെ ഞാനല്ല ബിസിനസ് കണക്ട് ആക്കിയത് അല്ലേ? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞാനല്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഒരു റെസ്പോണ്ട് തരും. ഞാനല്ലല്ലോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത്. അല്ല അല്ല അല്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി എന്റെ ടീമിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സംസാരിച്ച ആരാ? ഞാനല്ലേ? എന്റെ ടീമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടക്കത്തിൽ ഞാൻ 4.5 വർഷം മുന്നേ ഈ ബിസിനസ് ജോയിൻ ചെയ്ത്. ഇന്ന് ജുമാന ജോയിൻ ചെയ്ത പോലെ തന്നെ 4.5 വർഷം മുന്നേ ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഒറ്റക്കായിരുന്നു. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ എന്നെ കൊണ്ടുവന്ന വ്യക്തിയുടെ ബിസിനസ് പഠിച്ചു മനസ്സിലാക്കി ഇതേപോലെ സൂം മീറ്റിംഗ്, അന്ന് കൊറോണ സമയത്താണ് സൂം മീറ്റിംഗ് തുടങ്ങിയതാണ് ഞാൻ ഇതുപോലെ സൂം മീറ്റിംഗ് തുടങ്ങും. അന്ന് 2 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കയറത്തില്ല. ഞാനിങ്ങനെ ഓണാക്കി വെക്കും, ആരും ഉണ്ടാവത്തില്ല. ഇങ്ങനെ എല്ലാ ദിവസവും പ്രയത്നിച്ച സമയത്ത് ഒരു 3-4-5 പേര് മീറ്റിങ്ങിൽ വരാൻ തുടങ്ങി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണ് ആദ്യം ബിസിനസ്സിൽ വന്നത്. അവരിങ്ങനെ ആരെങ്കിലും ഇതിലേക്ക് കണക്റ്റ് ആക്കും, ആരും വരത്തില്ല. നിരന്തരം ശ്രമിച്ച് പരിശ്രമിച്ചപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 6600 പേരുണ്ട് ജുമാന. ഈ 6600 പേരും അവരവരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നത് ഈ കമ്പനിയിൽ നിന്നാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരാളോടും ഞാൻ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജുമാന പള്ളി തേക്കുന്ന കോൾഗേറ്റ് ആണോ ഏതോ ഉപയോഗിക്കുന്നത്? കോൾഗേറ്റ്. ആ കമ്പനി എല്ലാ മാസവും വിളിച്ചു പറയോ ജുമാന കോൾഗേറ്റ് വാങ്ങിക്കണേന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഓട്ടോമാറ്റിക് പോയി വാങ്ങിക്കത്തില്ലേ? അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം ജുമാന വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അതാ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ സാധനം വാങ്ങിക്കുന്നുണ്ടോ? ഈ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇത്ര രൂപക്ക് വാങ്ങിക്കുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നെങ്കിൽ 5-ാമത്തെ മാസം പൈസ വേണ്ട. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടും. എല്ലാ മാസവും 10-ാം തീയതി ചെറിയൊരു വരുമാനം കിട്ടും. അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ? കോൾഗേറ്റ് വാങ്ങിച്ചിട്ടോ ക്ലോസപ്പ് വാങ്ങിച്ച് തന്നിട്ടുണ്ടോ? വരുമാനം വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഈ കമ്പനി 4.5 കൊല്ലമായിട്ടും എല്ലാ മാസവും എനിക്ക് വരുമാനം തന്നിട്ടുണ്ട്. ആദ്യത്തെ മാസം 147 രൂപ തന്നിട്ടുണ്ട്, കാരണം ഞാൻ മാത്രമേ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. 2-ാമത്തെ മാസം എനിക്ക് നല്ല വരുമാനമായി 13,500 ആയിട്ടുണ്ട്.
ഇന്ന് ലക്ഷങ്ങൾ വരുമാനമായി ജോലി റിസൈൻ ചെയ്തു 50,000-ൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാറിൻ്റെയും വീടിൻ്റെയും ട്രാവൽ ചെയ്യുന്ന ഫണ്ട് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് ജുമാന ഇപ്പോൾ. ഒന്നും രണ്ടും അല്ല കേട്ടോ. അത് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത മാസം 10-ാം തീയതി വരുമാനം വരും. നിങ്ങളിപ്പം ഡിസംബറിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജനുവരി മാസം 10-ാം തീയതി ജുമാന എന്തെങ്കിലും ബിസിനസ് കമ്പനിയോടൊപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സാധനം കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനം നിങ്ങൾക്ക് 10-ാം തീയതി കിട്ടും. വാങ്ങിക്കുന്ന സമയത്ത് ഇത്ര രൂപക്ക് ഓഫർ അനുസരിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 5-ാമത്തെ മാസം വീണ്ടും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഒരുപാട് ഗുണങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ ജുമാനക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ പോയി, നിങ്ങളിപ്പോൾ ഒരു തുണിക്കടയിൽ പോയി സാരി വാങ്ങിച്ചെന്ന് വെച്ചോ ജുമാന, ഒരു തുണിക്കടയിൽ പോയി സാരി വാങ്ങിക്കുമ്പോൾ ആ കടയിൽ നിന്ന് ഒരു ചുരിദാർ ഫ്രീ തരുമെന്ന് വെച്ചോ. സാരി വാങ്ങിച്ചപ്പോൾ ഒരു ചുരിദാർ ഫ്രീ കിട്ടി, നിങ്ങൾ ഹാപ്പി ആവോ? ഇല്ലേ? പോയോ? ഹാപ്പി ആവില്ലേ? നമ്മളെ ഫ്രണ്ട്സിനോട് പറയോ, അനിയത്തിയോടോ ചേച്ചിയോടോ പറയില്ലേ, ഞാൻ ഇന്ന കടയിൽ പോയിട്ട് സാരി വാങ്ങിച്ചപ്പോൾ ഒരു ചുരിദാർ, നല്ല അടിപൊളി ചുരിദാർ ഫ്രീ കിട്ടി, പറയത്തില്ലേ? അത് ആ ചങ്ങായി അവിടെ പോയി വാങ്ങിക്കത്തില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, അങ്ങനെ നമ്മള് ഇതേമാതിരി ഇപ്പൊ ഞാൻ എന്റെ ഒരു റിലേറ്റീവിനോട് അങ്ങനെ ഇങ്ങനെ സാധനം വാങ്ങിക്കോന്ന് പറയുമ്പോ അപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും മെച്ചം കിട്ടും? അതുകൊണ്ടാ പറഞ്ഞ, ഇതിൽ നിങ്ങൾ ഹെയർ ഓയിൽ വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ മുടി വളരുന്നുണ്ട് കണ്ടാൽ, നിങ്ങളുടെ മുടിയിൽ മാറ്റം കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ജുമാനന്റെ മുഖത്തിൽ മാറ്റം കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കില്ല ജുമാന എന്തും ഉപയോഗിക്കുന്നില്ല, മുഖത്ത് നല്ല മാറ്റമുണ്ട്, നല്ല ഗ്ലാമർ വന്നല്ലോ പറയുമ്പം ജുമാന പറയത്തില്ലേ, ഞാൻ ഇന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് വെസ്റ്റീജിന്റെ ആണ്, 146 രൂപയിൽ അടിപൊളി ഫേസ് വാഷാണ്. പറയോ ഇല്ലയോ? മിണ്ടാതിരിക്കുവോ? അല്ല അവള് ഗ്ലാമർ വരണ്ടാച്ച് മിണ്ടാതിരിക്കുകയോ? അല്ല പറയുക, പറയത്തില്ലേ? ഞാൻ വെസ്റ്റിന്റെ പഠിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പൊ മാറ്റമുണ്ട്. അപ്പൊ അവർ ചോദിക്കും ഓട്ടോമാറ്റിക്, ഇത് എവിടെ നിന്ന് വാങ്ങിച്ച് എനിക്ക് വേണമല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് എടുത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയാ വാങ്ങിച്ചതും എങ്ങനെയാണ് നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക് പറയും. അങ്ങനെയാണ് ഒരു വ്യക്തി, 1-2 വ്യക്തികൾ ഇത് അറിയുന്നത്. ഞാൻ 6 ആളോടെ പറഞ്ഞിട്ടുള്ളൂ ജുമാന, 6 വ്യക്തികളാണ് എന്നോടൊപ്പം ബിസിനസ് കണക്ട് ആയിട്ടുള്ളൂ. ഈ 6,600 പേര് ഞാൻ കൊണ്ടുവന്നതല്ല കേട്ടോ, ഈ 6 പേരിലൂടെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഈ 6,600 6 പേര് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചവർക്കും നമ്മുടെ ടീമിലുള്ളവർക്കെല്ലാം വരുമാനം കിട്ടും കേട്ടോ. നമ്മളാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പം ജുമാനന്റെ വീടിന്റെ അടുത്തുള്ള കോൾഗേറ്റ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ജുമാനക്ക് മാത്രം ഒന്നും കിട്ടത്തില്ല. പക്ഷെ ആ കടയിൽ സാധനം വെച്ച കച്ചവടക്കാരന് കിട്ടും, അവിടെ സാധനം കോൾഗേറ്റ് കൊണ്ടുകൊടുത്ത ആ വണ്ടിക്കാരന് കിട്ടും, കോൾഗേറ്റ് കമ്പനി ആ ഹോൾസെയിലർമാർക്ക് കൊണ്ടുകൊടുത്ത സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടും, CNF ഏജന്റ് കിട്ടും, കമ്പനിക്ക് കിട്ടും, കോൾഗേറ്റിന്റെ പരസ്യം പറഞ്ഞ് സിനിമാക്കാരനും കിട്ടും, TV ചാനലും കിട്ടും. ഉപയോഗിച്ച നിങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടത്തില്ല. ശരിയല്ലേ? ഇവിടെ നേരെ തിരിച്ച, ഇതിനിടയിൽ സിനിമാക്കാരനോ TV ചാനലോ കച്ചവടക്കാരനില്ല, കമ്പനിക്ക് വരുമാനമുണ്ട്, ജുമാനക്കും വരുമാനമുണ്ട്. നിങ്ങളിത് പരിചയപ്പെടുത്തി നമ്മളാണ് സിനിമാ താരങ്ങൾ, നമ്മളാണ് സെലിബ്രിറ്റി. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടുത്തെ സെലിബ്രിറ്റി നമ്മൾ ഉപയോഗിച്ച കസ്റ്റമറാണ്. നാളെ ജുമാനി ഇതിൻ്റെ ഒരു സെലിബ്രിറ്റി മാറുന്നുണ്ടോ എന്ന് വെച്ച് നിങ്ങൾ നാട്ടിൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് നടക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് നടക്കേണ്ട, സെയിൽ ചെയ്ത് നടക്കുന്ന ബിസിനസ് അല്ല. ജുമാന ആവശ്യമുള്ളത് വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ. എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, എത്ര പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അത് മറ്റുള്ള കടയിലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പൈസ കൊടുത്ത് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വെസ്റ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ചങ്ങായിമാർക്ക്, ഇപ്പം ജുമാനോട് ഇപ്പം ഈ ബിസിനസ് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഒന്നിക്ക് ഗ്രൂപ്പ് വഴിയായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇതിനെ വലിയൊരു ബിസിനസ് ആക്കാൻ, ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. നിങ്ങൾ പറയുക, ഞാൻ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു വരുമാനത്തിലുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം 5 മണിയിലെ ലിങ്ക് അയച്ചു തരാം, അല്ലെങ്കിൽ 2 മണിയിലെ ലിങ്ക് അയച്ചു തരാം, വേണമെങ്കിൽ കയറുക, വേണ്ടെങ്കിൽ വേണ്ട. ഈ ഡിമാൻഡ് തന്നെ പറയാം, അല്ലാതെ അവരെ കാല് പിടിച്ച് നിൽക്കൊണ്ടിരുത്തരുത് കേട്ടോ. നിങ്ങൾ പറയുമ്പോൾ തന്നെ അവർ നിങ്ങൾ കളിയാക്കും. കാരണം ഫിജി കാർഡ് പോലത്തിനാണോ, അല്ലെങ്കിൽ മൈ ലൈഫ് പോലത്തിനാണോ, ഫോറവർ പോലത്തെ 500 പേസ്റ്റ് കൊടുക്കുന്ന കമ്പനിയാണോ എന്നൊക്കെ ചോദിക്കും. കാരണം അതിനകത്ത് പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉള്ളത്. കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ജുമാന വേറെ ഏതെങ്കിലും മീറ്റിംഗ് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഫോറവറിന്റെ കേൾക്കാതിരിക്കത്തില്ല. പൈസ കൊടുത്തോ ഫോറവറിന്? ജുമാന ഹലോ, ഏതിലെങ്കിലും പോയി പൈസ കളഞ്ഞോ? ഇല്ല. സമാധാനം, ഭാഗ്യം, ഒരാളെങ്കിലും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫോറവറിലും ഫിജി കാർഡിലും പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഞങ്ങള് അങ്ങനെ ഒരു ഹൈറിച്ചിന്റെ പരിപാടിയില്
ഹൈറേഞ്ചിന്റെ മണി എക്സ്ചേഞ്ചിന്റെ പൈസ കളഞ്ഞോ? അതില് പൈസ പോയി. എത്ര പോയി? ഒരു 10,000 രൂപ പെൻഡിങ് ആയിരുന്നു. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? ഇല്ല ഇല്ല ഇല്ല, ഒന്നും നാട്ടുകാരെ കുറെ കിട്ടിയിട്ടില്ല. വാങ്ങിച്ചു, ആരെങ്കിലും വേറെ ആൾ വാങ്ങിച്ചു കൊടുത്തോ? അത് നാട്ടുകാര്, ഞാൻ എന്റെ ഒരു കസിനാണ് പറഞ്ഞത്, ഓക്ക് 2 ലക്ഷത്തോളം നഷ്ടമായി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ പറഞ്ഞു കേട്ടോ. കാരണം ഒരുപാട് എൻ്റെ ഈ ബിസിനസ് വെസ്റ്റേജ് ചെയ്യുന്ന ഒരു ചങ്ങായി നമ്മളോട് പറയാണ്ട് 3 ലക്ഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് വെസ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണി പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി 3 ലക്ഷം കൊണ്ട് കളഞ്ഞു. ആ ചങ്ങായിയോട് ചോദിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ 30 ലക്ഷം കൊണ്ടിട്ടെന്ന് പറഞ്ഞു. അപ്പം മേലോട്ട് നോക്കിയിരിക്കാം. ശരിയാണ്, അതിലൊന്നും പോയി പെടാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു പൈസയും ഒരാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് വരുമാനം കിട്ടുന്നത് വേറെ വ്യക്തിയുടെ പൈസ വഴിയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് വരുമാനം എവിടെന്നാ വരുന്നത്? വേറെ ആരെങ്കിലും പൈസ കൊടുത്താൽ മാത്രമേ വരുമാനം കിട്ടൂ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക ജുമാന. നമ്മൾ എന്തിനാണ് ആരാന്റെ പൈസക്ക് വേണ്ടി കാത്തിരിക്കണേ? ഈ കമ്പനി നിങ്ങൾക്ക് വരുമാനം തരുന്നത് നിങ്ങൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കി കൊടുത്താലേ വരുമാനം തരുള്ളൂ കേട്ടോ. അല്ലാതെ ആരെങ്കിലും കൊണ്ട് കുറേ സാധനം വാങ്ങിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലല്ല വരുമാനം കിട്ടുന്നത്. നിങ്ങളിലൂടെ ഈ കമ്പനിയെ കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കി വിശ്വസിച്ച് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ടേൺ ഓവർ വരുമാനം വരുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വളരെ തുച്ഛമായ പൈസ കിട്ടത്തുള്ളൂ. എനിക്ക് 147 രൂപ കിട്ടി ആദ്യത്തെ മാസം. ദുബായിൽ ഫാമിലിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി, നല്ല ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി 147 രൂപ കിട്ടിയപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദുബായിൽ. എൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നതാണ്, മോള് +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ സമയത്ത് ഒരു അച്ഛൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ, അല്ലെ, പ്രായമാകുന്ന 18 വയസ്സാകുന്ന പെൺകുട്ടിയുള്ള ഒരാൾ ആ സമയത്ത് ആ ജോലി വേണ്ട എന്ന് വെച്ച് ഈ ബിസിനസ് മാത്രം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇല്ലാണ്ട് ചെയ്യുമോ ജുമാന? ഇല്ല ഇല്ല, അത് അന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ന് ജോലിയൊന്നുമില്ല, വീട്ടമ്മ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്കൊരു 5 വർഷം കൊണ്ട് റിട്ടയർമെന്റ് ലൈഫിലേക്കും ലക്ഷങ്ങൾ മാസം നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് പ്രയോറിറ്റി കൊടുത്ത് ഈ ബിസിനസ് മനസ്സിലാക്കും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ദയവ് ചെയ്ത് ആരോടും പോയി പറയരുത്, ആരെയും പിടിച്ചു തരരുത്, ജോയിൻ ചെയ്യിപ്പിക്കരുത്. നിങ്ങൾക്ക് പൂർണ്ണമായും ഈ ബിസിനസ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ആരോട് പറയാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ ഒരു ബിസിനസ്സിലും വരുമാനം കിട്ടാൻ വേണ്ടി ആരെയും പിടിച്ച് പെടുത്താനോ ആരെയും കൊണ്ട് പോയി സാധനം വാങ്ങിപ്പിക്കാനോ ശ്രമിക്കരുത് കേട്ടോ. ജുമേന ആരെ ബിസിനസ് കൊണ്ടുവന്നത്? ഈ ഇൻവൈറ്റ് ലിങ്ക് തന്ന ആളെ അറിയായോ? മനസ്സിലായോ? ആളെ പേര് കിട്ടിയോ? പേര് അശ്വിനിയോ? അശ്വിനി മേഡത്തിനെ കോൺടാക്ട് ചെയ്യുക. അശ്വിനി മേഡം ദുബായിലാണ് ഉള്ളത്. അവർ ഹസ്ബൻഡ് വൈഫ്, അവരുടെ ഹസ്ബൻഡ് എഞ്ചിനീയറാണ്. എൻ്റെ കൂടെ ബിസിനസ് ജോയിൻ ചെയ്ത് 4 വർഷം ആവാൻ പോണു. 50,000-ൽ കൂടുതൽ വരുമാനവും കാർ ഫണ്ടും വാങ്ങിക്കുന്ന, 50,000-ൽ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരെ ക്രിയേഷൻ ചെയ്ത അശ്വിനി മേഡമാണ്. അവരോട് പറയാം, മേഡം ഞാൻ കൂടെയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇത് മാത്രം പറഞ്ഞാൽ മതി. ജുമാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, അശ്വിനി മേഡം ഞാനും കൂടെയുണ്ട്, എനിക്കും ഇതിൽ വരുമാനം വാങ്ങിച്ചു തരണം. ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അവരോട് അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ അവരെല്ലാ ദിവസവും സപ്പോർട്ട് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകേണ്ട വഴിയും പറഞ്ഞു തരും കേട്ടോ. അവർ അശ്വിനി മേഡം ദുബായിൽ നല്ല ജോലി ഉണ്ടായ വ്യക്തിയാണ്. ജോലി കളഞ്ഞിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇപ്പൊ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് വന്നു, വൈഫ് ജോലി മതിയാക്കി. ഞാൻ ജോലി മുഴുവൻ മതിയാക്കി ഈ ബിസിനസ് ചെയ്യുന്നു. അവർ വൈഫ് മാത്രം ജോലി മതിയാക്കി. കുറച്ച് കഴിയുമ്പോൾ അടുത്ത വർഷം 1 ലക്ഷം രൂപയാകുമ്പോൾ ഹസ്ബൻഡ് ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകും. ഞാനിപ്പോൾ അടുത്ത വർഷം നാട്ടിലേക്ക് വരുവാണ്. ജുമാനെ സീരിയസ് ആയി കാണാം കേട്ടോ. ഓക്കെ. ഇനി ഫസീലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ റുക്സാന എന്തെങ്കിലും ഡൗട്ട്? ഫസീല ചോദിച്ചോളൂ. ഞാന് ഇപ്പൊ ഒമാനിലാണുള്ളത്. അപ്പം എനിക്ക് ഇതിലെങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ? നാട്ടില് കോട്ടയം കാഞ്ഞിരപ്പള്ളി. നാട്ടിലാരും ഉണ്ടോ? പേരൻസോ? നാട്ടില് ഇല്ല. ഇപ്പൊ നിലവിലാരും നാട്ടിലില്ല. മക്കളൊക്കെ ആണെങ്കിലും എല്ലാരും പഠിക്കുന്നിടത്തൊക്കെയാണ്. ഫസീല മേഡം എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ഒമാനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഒമാനിൽ ഇവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, പാർട്ട് ടൈം വർക്കാണ്. ഓക്കെ. ഞാൻ ദുബായിലാണ് ഉള്ളത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. എനിക്കും ഒരു ചലഞ്ചസ് വെച്ചാൽ സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മക്കുള്ള സാധനം, പെങ്ങൾക്കുള്ള സാധനം ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കും. ആരെങ്കിലും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അവരേശം കൊടുത്തു വിടും. അങ്ങനെ ഞാൻ ചെയ്തോണ്ട്. പക്ഷെ എൻ്റെ ബിസിനസ് ലോകം 13 രാജ്യത്തുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ സാധിക്കും.
നമുക്ക് ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അവരെ സാധനം കൊടുത്തുവിടാനും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. അസൈലം നടന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കോട്ടയത്ത് പോകുന്ന സമയത്ത് ഇവിടെ ദുബായിൽ ഒമാനിൽ വാങ്ങിക്കുന്ന വരുമാനത്തിനേക്കാളും കൂടുതൽ വരുമാനം നാട്ടിൽ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബിസിനസ് കളയാതിരിക്കുക. ദിലീപേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരെ കൂടെ നിൽക്കുക. അവർക്ക് ഒരുപാട് ടീമുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. ഇപ്പൊ ഇത് മെയിനായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളാണ് ഇവർക്കുള്ളത്. 450 പേസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്മെറ്റിക്സ്, വെൽനസ് പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് ഉള്ളത്. എല്ലാം ഒരുവിധം എല്ലാം ഉണ്ട്. FMCG, ബ്യൂട്ടി, കോസ്മെറ്റിക്സും, വെൽനസും, അഗ്രി പ്രൊഡക്റ്റും എല്ലാം ഉണ്ട്. ഉം. ഉം. ഇങ്ങനെ അപ്പൊ ഏതെങ്കിലും നമുക്ക് ഇന്ന നാട്ടിലേക്ക് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പൈസ നസീല മാത്രമേ മേഡം ഉള്ളൂ. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇന്നതുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇന്നതുണ്ടെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ചില ആൾക്കാർക്ക് മുളക് പൊടി ഇല്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്, മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഷർട്ടും പാൻറ്റും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, TV ഉണ്ടെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഒന്നും കണ്ടാലല്ലേ അറിയുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ കമ്പനിയിൽ 450 പരം പ്രൊഡക്റ്റ് ഉണ്ട്. ഈ കമ്പനിയിലൂടെ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, കോടീശ്വരനായി മാറാൻ സാധിക്കും. ഈ 450 പരം പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ 1 അപ്പൊ കോടി നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് എങ്ങനെ ഇതില് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് നമ്മൾ സൈറ്റിൽ ഇതിൽ കിട്ടുമോ? രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിനകത്ത് പ്രൊഡക്റ്റ് കാണും. ഒമാനിലായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട്. ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒമാനിൽ നിന്നാണോ അത് പ്ലേ സ്റ്റോറൊക്കെ ഉണ്ടാക്കിയ നാട്ടിൽ നിന്നാണോ? പ്ലേ സ്റ്റോർ നാട്ടിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ വന്നാൽ അതിനകത്ത് പ്രൊഡക്റ്റ് കാണും. അതിൻ്റെ കാറ്റലോഗ് അവർ അയച്ചു. ഒമാനിൽ ഉണ്ടായിരുന്നു, നമ്മുടെ കമ്പനി ഉണ്ടായിരുന്നു. അവിടുത്തെ ഗവൺമെന്റ്, ഒമാൻ ഗവൺമെന്റ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഒമാനിൽ നിന്ന് ചെയ്താൽ മാത്രമേ അവിടെ ബിസിനസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ ക്ലോസ് ചെയ്തേ. ഒമാനിന്റെ നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ദുബായിൽ ഇതിൽ ഓഫീസ് ഉണ്ട്, പ്രൊഡക്റ്റ് ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളാരും വാങ്ങിക്കാൻ അധികം ആളില്ലാത്തതുകൊണ്ട് കമ്പനി പ്രൊഡക്റ്റ് കൊണ്ടുവരത്തില്ല. പിന്നെ ഈ ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഫിലിപ്പീൻസിലും ഖാനയിലും ഐവോറി കോസ്റ്റിലൊക്കെ പ്രൊഡക്റ്റ് പോകുന്നത്, ഇവിടുന്ന സാധനം പോകുന്നത്. അതുകൊണ്ട് ദുബായിൽ വലിയൊരു ഓഫീസ്, മീറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒമാനിൽ ബിസിനസ് ചെയ്യാം. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ബിസിനസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ വഴി, ഈ സൂം മീറ്റിംഗ് വഴി നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, നെറ്റ്വർക്ക് ഉണ്ടാക്കാനും പറ്റും. വേണമെങ്കിൽ ഇതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്യും. തീരുമാനം എടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഇനി ആർക്കാ സംശയമുള്ള? യാക്കൂബിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഷെയ്ഖ മുഹമ്മദ്, റുക്സാന, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജീന, ഒന്ന് അഡ്മിറ്റാക്കി ജീന. ജീന ജസ്റ്റിൻ. സംശയമൊന്നുമില്ല. എനിക്ക് സുമ ചേച്ചി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. സുമ ചേച്ചിന് നല്ല പരിചയമുണ്ടോ? ഉണ്ട്, 5 വർഷം പരിചയമുണ്ട്. ഓക്കെ, യാക്കൂബ് ഒരു മിനിറ്റ്. യാക്കൂബ് 8 മിനിറ്റ്. അതൊന്ന് ജസ്റ്റ് ജീനയുടെ ക്ലിയർ ആക്കി കൊടുക്കട്ടെ. ജീന, സുമാൻ അജീബ് എന്ന വ്യക്തി ഈ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത്രക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത്രക്കും റിസൾട്ട് കിട്ടിയ ഒരു ഫാമിലിയാണ് അവർ. അവർക്ക് ഈ ബിസിനസ് അവർ കാണുന്നത് ദൈവമായിട്ടാണ്. ഈ ബിസിനസ് അവർ കൈ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കിയ വ്യക്തിയാണ് സുമാൻ അജീബ്. അവർ എന്നോട് പറഞ്ഞ വാക്ക്, സാറേ ഈ ബിസിനസ് ദൈവയോഗമുള്ളവർക്ക് മാത്രമേ ഈ ബിസിനസ് മനസ്സിലാവൂ എന്ന് പറഞ്ഞത്. കാരണം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇന്ന് വരെ ഒരു സിനിമാ താരവും പരസ്യങ്ങൾ പറയാൻ മനസ്സ് കാണിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ അവർക്ക് 5 കോടി കൊടുത്താൽ മാത്രമേ അവർ പരസ്യം പറയത്തുള്ളൂ. ഒരു മനുഷ്യന് ഉപകാരമാകുന്ന ഒരു നല്ല പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം പറയാൻ ഫ്രീ ആയിട്ട് അവർ പറയത്തില്ല. ഇവിടെ വെസ്റ്റീജ് കമ്പനി പറയുന്നത് നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, അതിലൂടെ ഒരു വരുമാനം നമ്മൾക്ക് എത്തിച്ചേരാൻ കമ്പനി റെഡിയാണ്. അപ്പൊ ജീന ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് സുമ മാഡമാണ്, സുമ ചേച്ചിന്റെ കൂടെ നിൽക്കുക. അവരിത് എങ്ങനെ ചെയ്യുന്നു അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല പ്രൊഡക്റ്റാണ്, വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇതിലൂടെ നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും സ്ഥിരമായിട്ടൊരു വരുമാനം വാങ്ങിക്കാനും സാധിക്കും. എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജീന ശ്രമിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. വെരി ഗുഡ്. നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി. ഇതിലുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക ജീന. കീടിലം പ്രൊഡക്റ്റ് കേട്ടോ. സുമ ചേച്ചിയോട് പറഞ്ഞ് എന്റെ നമ്പർ വാങ്ങിച്ച് എനിക്ക് മെസ്സേജ്, ഞാൻ ഈ വെസ്റ്റീജ് കമ്പനിയുടെ ബ്യൂട്ടി ട്രെയിനറുടെ നമ്പർ എനിക്ക് വാങ്ങിച്ചു തരാം. നിങ്ങൾക്ക് അവരെ കണക്ട് ആക്കാൻ പറ്റും. അത് നല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണ്. അതിനേക്കാളും ക്വാളിറ്റി, അതിന്റെ പകുതി വിലക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ജീന എത്രയും പെട്ടെന്ന് സുമ ചേച്ചിക്ക് എന്റെ നമ്പർ വാങ്ങിക്കട്ടോ.
ഓക്കെ ഓക്കെ താങ്ക് യു സാർ. എറണാകുളത്താണോ വീട്? പെരുമ്പാവൂരാണോ? കോതമംഗലം. സുമ ചേച്ചിയുടെ കോതമംഗലം. വീടിന്റെ അടുത്ത് തന്നെയാ. ഓക്കെ. എറണാകുളം കോതമംഗലം പെരുമ്പാവൂർ തങ്കളം. ഷോപ്പ് ഉണ്ട്, പത്മ ജംഗ്ഷനിൽ ബ്രാഞ്ച് ഉണ്ട്. കോതമംഗലത്ത് എൻ്റെ ടീമിൽ ഏറ്റവും പവർഫുൾ ലീഡർ കോതമംഗലത്താണ് കേട്ടോ. ഓക്കെ ഓക്കെ. ആ ഓക്കെ, ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്താലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കളയുന്നത് ഈ ബിസിനസ്സിലൂടെ ഒരു 5 ലക്ഷം രൂപ മാസം കിട്ടണം, വാങ്ങിക്കണം എന്ന് വിശ്വസിച്ചതിന്റെ കൂടെ നിൽക്കും കേട്ടോ. 500 രൂപ 5000 ഓക്കെ രൂപ അല്ല ബിസിനസ് ചെയ്യുന്നത്. താങ്ക് യു. 5 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം വരും. ക്ലിയർ? ഓക്കെ താങ്ക് യു. ഓക്കെ ഓക്കെ. യാക്കൂബ് പറഞ്ഞോളൂ. യാക്കൂബ് അണ്ണൂടാക്കൂ. ഹലോ, എന്താണ് ഡൗട്ടുള്ള? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറ് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം ഡൗട്ട് പറഞ്ഞാല് സത്യത്തില് കുറെ കാര്യങ്ങൾ കേട്ട് എന്നല്ല, ഇതിലേക്ക് എങ്ങനെ ഇതിലേക്ക് അങ്ങനെ നമ്മളെ ഇറങ്ങി ചെല്ലും എന്നുള്ളതിനെ പറ്റിയൊരു വിശദമായി കിട്ടിയിട്ടില്ല. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതോട് കൂടി പിന്നെ അത് നമ്മളതിൽ അംഗമായി മാറാണോ, എങ്ങനെ അതിന്റെ സിസ്റ്റം എന്ന് പറയാൻ പറ്റും? യാക്കൂബിനെ ആരാ ഇതിലേക്ക് കണക്ട് ആക്കിയത്? സാർ തന്നെയാണ്. ഞാനാണോ ലിങ്ക് അയച്ചത്? ആ എപ്പോഴാ? ഇന്ന് അയച്ചതോ? ആ ഇന്നലെ അല്ലേ? ഓക്കെ. എനിവേ ഞാനാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് തിരിച്ചൊരു മെസ്സേജ് അയക്കണം. ഇത് കഴിഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ആകെ ചെയ്യേണ്ടത്, നമ്മളിലൂടെയായിരിക്കും ഈ കമ്പനി, യാക്കൂബിന്റെ പരിചയമുള്ള ആരെങ്കിലും ഒരു 3-4 ആൾക്കാർ ഈ കമ്പനി പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പം അറിയാതെ ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ ഈ ബിസിനസ്സിൽ വരുന്നുണ്ടോ കേട്ടോ. ഇപ്പൊ ഞാൻ വഴിയാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വെസ്റ്റീജ് കമ്പനിയെ കുറിച്ചും ഈ നല്ല പ്രൊഡക്റ്റിനെ കുറിച്ചും നിങ്ങൾ ഞാൻ വഴി അറിയുന്നത് വഴി നിങ്ങളിലൂടെ ചിലപ്പോൾ ഒരു 4-5 ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കും. ആ 4-5 ആൾക്കാർ വഴി ആയിരക്കണക്കിന് ആൾക്കാർ ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കും. അതിലൂടെ കമ്പനിക്ക് വലിയൊരു ടേൺ ഓവർ ഉണ്ടാവും. അതിന്റെ 60% പ്രോഫിറ്റും നമ്മൾക്ക് എല്ലാവർക്കും കൂടിയേ കിട്ടുക. ഇവിടെ സിനിമാക്കാരോ കച്ചവടക്കാരോ ഒന്നും ഇല്ല യാക്കൂബ്. ഇവിടെ കമ്പനിക്ക് 40%, ബാക്കി നമുക്ക് എല്ലാവർക്കുമാണ് അതിന്റെ 60%. ഇത് ആരൊക്കെ ചേർന്ന് വെച്ചാണ് ടേൺ ഓവർ ഉണ്ടാക്കുന്നത്, ഏത് ടീമാണ് ചെയ്യുന്നത്, ആരാണോ കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്, അവർക്ക് അതിന്റെ ലാഭം അവരുടെ പെർസെൻറ്റേജ് അനുസരിച്ച് 5 മുതൽ 16% വരെ ബിസിനസ്സിന്റെ ടേൺ ഓവർ നമുക്ക് വരും. തുടക്കക്കാരൻ 5% ആയിരിക്കും, അത് കൂടി 8%, 10% കൂടി വരുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരും കേട്ടോ. യാക്കൂബ് ചിന്തിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ആർക്കും പൈസ കൊടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് പേടിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സാധനം മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. വാങ്ങിച്ച സാധനം നിങ്ങൾ ഇതുവരെ ഇത്രയും വർഷങ്ങളായി ഉപയോഗിച്ച പ്രൊഡക്റ്റിനേക്കാളും നല്ല പ്രൊഡക്റ്റാണ്. അതിനേക്കാളും ഇപ്പൊ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോ അവർ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങാൻ കഴിയൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൺലൈൻ വഴി ചെയ്യാം. ഓൺലൈൻ. ഔട്ട്ലെറ്റ് കുറവായിരിക്കും യാക്കൂബ്. കാസർഗോഡ് ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഔട്ട്ലെറ്റേ ഇല്ല, വയനാട്ടിലൊന്നും ഇല്ല. അവരെല്ലാം ഓൺലൈൻ വഴി. ഞാൻ മലപ്പുറം ജില്ലയാണ് സാർ. ഏറ്റവും കൂടുതൽ ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുള്ള മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ടേൺ ഓവർ നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറത്ത് ഇവിടെ ഔട്ട്ലെറ്റ് ഉള്ള വീട് എവിടെയാ? മലപ്പുറം അടുത്ത് എവിടെയെങ്കിലും ഔട്ട്ലെറ്റ് ഉണ്ടോ? മലപ്പുറം ഏത് ഭാഗത്താന്ന് പറയും, ഞാൻ പറഞ്ഞുതരാം. കൊണ്ടോട്ടി ഷോപ്പ് ഉണ്ട്. ഉണ്ടോ? കൊണ്ടോട്ടി ഉണ്ട്, മഞ്ചേരി ഉണ്ട്, നിലമ്പൂരുണ്ട്, പൊന്നാനി ഉണ്ട്, തിരൂരുണ്ട്, വളാഞ്ചേരി ഉണ്ട്, അരീക്കോട് ഉണ്ട്, പെരിന്തൽമണ്ണ ഉണ്ട്, പാണ്ടിക്കാട് ഉണ്ട്, കുന്നുമ്മലുണ്ട്, എല്ലാ സ്ഥലത്തും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവിടെ പോയി വാങ്ങുമല്ലോ സാധനം. യാക്കൂബിന് എനിക്ക് ഇപ്പൊ ഞാനാണ് നിങ്ങൾക്ക് ലിങ്ക് അയച്ചെങ്കിൽ എനിക്കൊരു ഹായ് അയക്കും, അല്ലെങ്കിൽ ആരാണോ ലിങ്ക് അയച്ചത് അവർക്കൊരു ഹായ് കൊടുക്കും. ഞാനിപ്പോ മീറ്റിംഗിൽ ഞാൻ സാറിനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഫോട്ടോ മാത്രം വാട്സപ്പിൽ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ സാറിന്റെ അതേ ലുക്ക് കാണുന്നുണ്ട്. ഞാൻ ഒരുപാടൊക്കെ അയച്ചുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ കൂടെ 6600 പേര് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം തന്നെ ഒരു ഹായ് കൊടുക്കുക, അപ്പൊ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ സാർ. ഒരു ഹായ് കൊടുക്കുക. ഇതിൽ എത്ര വരുമാനം വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ കേട്ടോ. വന്ന ഉടനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് അല്ല, ഒരു ക്ഷമ. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടല്ല ബിസിനസ് തുടങ്ങുന്നത്. ടൈമും സമയവും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് എത്ര സമയം ഇതിൽ മാറ്റി വെക്കാൻ പറ്റും? 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റും, 1 മണിക്കൂർ, 2 മണിക്കൂർ പറ്റും, 2 മണിക്കൂർ മാറ്റി വെച്ചു. ബിസിനസ് ഡെവലപ്പ് ആക്കാൻ എളുപ്പമാണ്. മാക്സിമം സമയമാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാ കാര്യങ്ങളും പഠിക്കണം. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, മെസ്സേജ് അയക്കുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിക്കോളും. ആരോടും പോയി ജോയിൻ ചെയ്യിപ്പിക്കാനോ ആരെയും പിടിച്ച് സാധനം വാങ്ങിപ്പിക്കാനോ ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഉടായ്പ നാട്ടിലുണ്ടാവും. പിന്നെ നമ്മളെങ്ങനെ ഇതിലേക്ക് ആൾക്കാരോട് പറയാതെ പിന്നെ എങ്ങനെ നടക്കും? അത് ഇപ്പോഴും പറയണ്ട. നിങ്ങൾക്ക് ഈ ബിസിനസ് വിശ്വാസം ഇല്ലാതെ ബിസിനസ് പോയി പറയരുത് കേട്ടോ.
നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ് ആണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കി വന്നിട്ടില്ല. എങ്ങനെ വരുമാനം വരുന്ന അറിയില്ല, ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല, ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. ആ ശരിക്ക് ക്ലാസ്സുകൾ കേട്ട് പഠിക്കണം എന്നർത്ഥം സാറ് പറഞ്ഞു. ശരിക്കും ബിസിനസ് മനസ്സിലാക്കി നിങ്ങൾക്ക് 100% എന്നെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് വിശ്വാസമുണ്ട്, കമ്പനിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ ഒരിക്കലും നമ്മളെ വരുമാനം കിട്ടാൻ വേണ്ടി ആരെങ്കിലും പിടിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിയാതെ കമ്പനി പിടിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് വിജയിക്കാൻ പറ്റത്തില്ല, അവർക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റത്തില്ല. അല്ല അത് ജോയിനിങ് എന്നുള്ള പ്രശ്നം വരുന്നില്ലല്ലോ സാർ. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണേന് എന്താ പ്രശ്നം? അത് അങ്ങനെ ഒരു വഞ്ചനയും ചതിയും അത് വരില്ല. തന്നെയാണ് ഞാൻ ആക്കുന്നോട് പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കൂ, ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി മനസ്സിലാക്കൂ, ഇപ്പൊ എന്തെങ്കിലും ഞാനൊരു വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. ടൂത്ത് പേസ്റ്റ് വാങ്ങി. ആ ടൂത്ത് പേസ്റ്റ് വളരെ ഉഷാറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് സൗഹൃദ വലയങ്ങളിലല്ലേ അതാണ് ഞാൻ നമ്മൾ പറഞ്ഞത്. പറയും നിങ്ങൾ ഇത് നല്ല പൂർണ്ണമായും പേസ്റ്റ് മനസ്സിലാക്കി വിശ്വസിച്ചേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നല്ലൊരു പേസ്റ്റ് ഈ കമ്പനിക്ക് ഉണ്ട്, അത് വാങ്ങിക്കാൻ നല്ല സാധനമാണ് എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങുമല്ലോ, സ്വാഭാവികമായിട്ടും വാങ്ങുമല്ലോ. അങ്ങനെ വാങ്ങി സ്വാഭാവികമായിട്ടും പലരും വാങ്ങും. സ്വാഭാവികമായിട്ടും വാങ്ങേണ്ടതാണ്. പക്ഷേ യാക്കൂബിന് അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ അറിയത്തുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇതിൽ റിജക്ഷൻ പറയുന്നതും നിങ്ങളെ ഇതിൽ പിന്തിരിപ്പിക്കുന്നതും നിങ്ങൾ ആ ഫാമിലി ഫ്രണ്ട്സും ആ ചങ്ങായിമാർ തന്നെയാണ് യാക്കൂബിനെ ഈ ബിസിനസ്സിൽ നിരുത്സാഹപ്പെടുത്തുക. അവർ നിങ്ങളെ ചെയ്യാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അല്ല സാർ, പിന്തിരിപ്പിക്കാന്നുള്ള പ്രശ്നം വരുന്നില്ല. ഇപ്പൊ നമ്മള് ലക്സ് സോപ്പ് അല്ലെങ്കിൽ ലൈഫ് ബോയ് സോപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതൊന്ന് മാറ്റി വേറൊരു സോപ്പ് ആക്കി. ആ സോപ്പ് വളരെ നല്ല, നമ്മളെ ലക്സ് സോപ്പ് ഫാമിലിയിലും ആരാ പറഞ്ഞ കുടുംബത്തിലൊക്കെ ആ യാക്കൂബ്? സോപ്പ് നല്ല ലക്സ് സോപ്പ് സോപ്പാണ്. പറഞ്ഞ ഐശ്വര്യ റായി അല്ലേ, യാക്കൂബ് അല്ലല്ലോ. ആ നമ്മള് പറഞ്ഞാൽ ആ, നമ്മുടെ അപ്പൊ അങ്ങനെ ചങ്ങായിമാരും സ്വന്തം പറയുന്നതിൽ സഹോദരി എന്താണ് പോലും കേൾക്കത്തില്ല. വിരോധം എന്ന് ചോദിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അഭിപ്രായത്തിൽ അറിയില്ല. വാങ്ങേണ്ടതാണ്. മനുഷ്യനായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മലയാളികളായതുകൊണ്ട് ഞാൻ പറയാണ്, സ്വാഭാവികമായിട്ടും യാക്കൂബിന്റെ ഒരു ഫ്രണ്ടും നിങ്ങളുടെ കൈശത്തിന് സോപ്പ് വാങ്ങിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയ 4.5 വർഷത്തെ എക്സ്പീരിയൻസിൽ പറയാം കേട്ടോ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട വല്ലവരോട് നമുക്ക് നമ്മൾ പറയാലോ. നന്നാവുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻഷാല്ലാ നമ്മൾ നോക്കും സാർ. ഞാൻ ഒരു കാര്യം ചെയ്യാം, സാറിന്റെ അതിൽ കയറ്റി ഞാൻ ഹായ് അടിക്കാം. ഒരു ഹായ് ആളെ അടിക്കുക, വേണമെന്ന് അറിയാം. ആരാണെങ്കിലും ഒരു ഹായ് അയക്കുക. ഞാൻ ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ ആദ്യം സൗദി അറേബ്യയിലാണ്. എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഞാൻ സൗദി അറേബ്യയിലുള്ളത് ഇപ്പൊ. ആ സൗദി അറേബ്യയിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ അവരുടെ സാധനം വാങ്ങിക്കാൻ അവരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. സൗദി അറേബ്യയിൽ എനിക്ക് ഒരുപാട് ടീം എനിക്ക് സൗദി അറേബ്യയിലുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് 30,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ രാത്രി എപ്പോഴും ഞാൻ ഉറങ്ങുന്ന സമയത്ത് വന്ന് അവർ ഹായ് ഇട്ട് ഒരു മെസ്സേജ് അയച്ച് പോകും. പിന്നെ ഞാൻ അവരെ കാണത്തില്ല. അവർ 30,000 വരുമാനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. സൗദി അറേബ്യ ഏതോ ഗുദാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മെസ്സേജ് രാത്രി എനിക്ക് കിട്ടിയത്, ഞാൻ ഉറങ്ങിയ സമയത്ത് മെസ്സേജ് അയക്കും, ഞാൻ രാവിലെ എണീച്ച് മെസ്സേജ് റിപ്ലൈ കൊടുക്കും, പിന്നെ അവർ എപ്പോഴും റിപ്ലൈ തരും. 30,000 വരുമാനമുണ്ട് കണ്ടോ. അത് അദ്ദേഹത്തിന് ടീം ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം വലിയൊരു ടീം സെറ്റ് ആക്കിയത്. നമ്മള് അറിയാതെയുള്ള കണക്ഷൻസ് വലിയൊരു ഘടകമാണ് ഇതില്. നമ്മളിപ്പോ ഒരാളോട് പറഞ്ഞു, പക്ഷെ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു, അങ്ങനെ ഒരു ശൃംഖലായിട്ട് പോകുമ്പോഴേ നമ്മൾ അറിയില്ല. അതിനാണ് പറഞ്ഞത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് കേട്ടോ. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്. അത് നെറ്റ്വർക്ക് എന്നുള്ളതല്ല, അതിപ്പോ നമ്മൾ അറിയാതെ ഉറങ്ങുമ്പോഴും കൂടി ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതാണ് ഈ ബിസിനസിന്റെ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ് അത്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി പറയുന്നത്. നമുക്ക് മുടക്കൊന്നുമില്ലല്ലോ. നമ്മളിത് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതിന് നമുക്ക് എമൗണ്ട് വരികയാണ്. അതിലൂടെ നമുക്ക് എമൗണ്ട് വരുവാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പറയാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതുപോലത്തെ പരിപാടി ഉണ്ട് യാക്കൂബ് പോയി. അതുകൊണ്ടാണ് ശരി. നെറ്റ്വർക്ക് കുറെ പൈസ പോയതാ നമ്മളത്. ഏത് കമ്പനിയിലെ പൈസ കളഞ്ഞ്? ഇന്റത് ഒരുപാട് എന്താ കമ്പനികളൊക്കെ പറയണേ, ഒരുപാട് പേരൊന്നും ഇപ്പൊ ഓർമ്മട്ടില്ല. ഇവിടെ അടുത്ത് പോയത് NFT എന്നതില് അതിൽ ഏകദേശം $5,000 വരെ പോയി. $5,000. ഹലോ, എന്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നിട്ടില്ല അങ്ങനെ. NTFE എന്നത് ഇപ്പോഴാണ് നമ്മുടെ അടുത്താണ് എന്റെ മൊബൈലിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്തത്. ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നു. ഞാൻ എന്നടിക്കുന്ന ഇന്ന് വരെ ഒരു മണി ചെയിൻകാരനോ ഒരു പൈസ ചോദിച്ചു ഇതുവരെ വന്നിട്ട് ഇത്രയും വർഷം ആദ്യമായിട്ട് എനിക്ക് കമ്പനി ഞാൻ അത് നമ്മളെ ചേർത്തിയ ആള് പിന്നെ വടകരയുള്ള ഒരു രാജേഷ് എന്ന ഒരാളെ ചേർത്തിരുന്നു. അപ്പൊ അവന് തലേന്ന് പറഞ്ഞു, ചിലപ്പോ പക്ഷേ അത് നിർത്താൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇന്ന് തന്നെ അത് പിൻവലിക്കാനുള്ളത് കൊടുത്തളയായിരുന്നു. ഞാൻ പെട്ടെന്ന് പിൻവലിക്കാനുള്ളത് കൊടുത്ത് 2ാമത്തെ ദിവസം മെസ്സേജ് വന്നു, നിങ്ങളത് ഓൾറെഡി ആണ് എന്തോ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് പറഞ്ഞ് നിങ്ങളെ പൈസ ഇനി അതിന്റെ ഇരട്ടി പൈസ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പൊ അവരൊരു സിസ്റ്റം. നൈജീരിയ ഉള്ളത് ഒരു കമ്പനി ആയിരുന്നു. നൈജീരിയ അവിടെ ഒരു കമ്പനി. മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കേരളക്കാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ നൈജീരിയ എന്നൊക്കെ വെറുതെ പേരിട്ടായിട്ടൊരു കമ്പനി ഉണ്ടാക്കി. അത്ര മൊബൈലിലാണ് പരിപാടി. ദയവ് ചെയ്തിട്ട് 100 രൂപയാണെങ്കിൽ പോലും
മണി ചെയിനിൽ പൈസ കൊടുക്കാതിരിക്കുക. 150 രൂപക്ക് നാട്ടിൽ തട്ടിപ്പുണ്ടല്ലോ. ഓവറായിട്ട് ഇങ്ങനെ പൈസ ജനറേറ്റർ ഒന്നും വളരെ ഹാപ്പിയിലൊക്കെ നിന്ന് ആകെ $500 ഉള്ളതിന് ആദ്യം, പിന്നെ ഇങ്ങനെ കൂടി 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 $5000 വരെ നമ്മൾ കുറേശ്ശെ നിക്ഷേപിക്കുകയും ചെയ്യും, പിന്നെ എടുക്കും, പിന്നെ ഇത് നിക്ഷേപിക്കും. നിങ്ങൾ $5000 നമ്മുടെ നാട്ടിൽ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് ആൾക്കാർ. 150 രൂപ മിഠായി വാങ്ങിക്കുന്ന പൈസയുടെ ഉള്ളിൽ കുറെ പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോഴേ നമ്മൾ അങ്ങോട്ട് തന്നെ ഇട്ടും, കാരണം അത് ഓവറായി ഇരട്ടിക്കാണ് പൈസ. അപ്പൊ കൂടുതൽ നമ്മള് കിട്ടുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് വലിയൊരു സംഖ്യ കൊണ്ടുപോയിട്ട് അതൊക്കെയാണ് ഹൈറിച്ചുകാർ ചെയ്തത്. 10000 രൂപ നിങ്ങൾ 10000 രൂപ ഇട്ടിട്ടുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട, ബാക്കിയല്ല ഞാൻ ചെയ്തോളാം, പൈസ 10000 ഇട്ടെന്ന് പറയും. ഇത് ഞാൻ തന്നെ കുറെ ആൾക്കാർ പൈസ വെച്ച് നിങ്ങളെ താഴെ കൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇട്ട പൈസ 10000 കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെ അടുത്ത 1 ലക്ഷം കൊണ്ടിടും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഇപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി സമരം ചെയ്തത്. 2 ലക്ഷം അങ്ങോട്ട് വന്നു, നമ്മളെ മൊബൈലിക്ക് 2 ലക്ഷം വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ എക്സൈറ്റ്. അപ്പൊ ഈ 2 കൂടി ഇട്ടാൽ നമുക്ക് 4 കൂടിയും കിട്ടുമല്ലോ, 4 കിട്ടുമല്ലോ വെച്ച് വീണ്ടും ഇടും. അങ്ങനെ അതിൽ നല്ലൊരു പൈസ ആയിട്ട് നമ്മൾ വലിയ സന്തോഷം നിൽക്കുകയാണ്. നമ്മളെ അക്കൗണ്ട് നല്ല എമൗണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ അത് ഇരട്ടിക്കൊല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് സുപ്രഭാതത്തിൽ സന്തോഷം നമ്മളതും പോയി നാട്ടുകാർക്കും പോയി അല്ലേ. എന്റെ ഷോപ്പിൽ ഒരു ചങ്ങായിട്ട് അവന്റെ എന്റെക്കാളും കൂടുതൽ കാശ് പോയാണ്. നമ്മളൊരു ഷോപ്പ് നടത്താണ് ഇവിടെ സ്പെയർ പാർട്സിന്റെ. നമ്മളെ ഒരുപാട് വർക്ക് പോയവർക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞു വിടുക. വേറെ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണിയെടുക്കാതെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതിൽ ആരോണ്ട് എവനോട് സംസാരിക്കുക, കാരണം ഇത് പ്രൊഡക്റ്റ് വാണയി വാങ്ങിയാൽ മതിയല്ലോ. നമ്മൾ പറയാം അങ്ങനെ സംഗതി അതാണ് നമ്മൾ നല്ലതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക, മോശത്തിന്റെ പിറകെ പോവാതിരിക്കുക. ഇതിന് യാക്കൂബ് ആരാന്ന് ഞാനാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കൂ. ഓക്കെ സാർ. മറ്റുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റുക്സാന പറയൂ. റുക്സാന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റുക്സാന ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് വ്യക്തിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷെയ്ഖ മുഹമ്മദ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, പറയും മാഡം, ക്ലിയർ ആണോ? ഞാൻ റുക്സാനയാണ്. പക്ഷെ ഞാൻ കുറച്ചു നേരം മീറ്റിംഗ് കയറിയിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ എനിക്ക് ആദ്യം അർജന്റ് 2 കോള് വന്ന്, അപ്പൊ ലെഫ്റ്റ് ആയി. പിന്നെ വീണ്ടും ഇപ്പൊ കേറിയിട്ട് ഒരു 10 മിനിറ്റ് ആവണുള്ളൂ. മുഴുവൻ കേൾക്കാനായിട്ടില്ല. എന്തെങ്കിലും മനസ്സിലായോ? കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇൻവൈറ്റ് ചെയ്ത ആള് പറഞ്ഞത് അതുപോലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ മനസ്സിലായി. ഒന്നും കൂടെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. അതെ. നാളെ 2 മണിക്കോ നാളെ 5 മണിക്കോ നാളെ രാത്രി 9 മണിക്കോ ഏതെങ്കിലും സമയം കയറി വരും കേട്ടോ. അതെ. അപ്പൊ ആ ടൈം കേറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കപ്പോ ഒന്നും മനസ്സിലാവാതെ ചോദിക്കാൻ പറ്റൂല്ലോ. റുക്സാനെ ആരാ ഇൻവൈറ്റ് ചെയ്തത്? ഷാനു നല്ല സീരിയസ് ബിസിനസ് ചെയ്യുന്ന. ഷാനുവിനെ സ്കൂളിൽ മലപ്പുറം വേങ്ങര സ്കൂൾ ടീച്ചറാണ്, ബിസിനസ് കൊണ്ടുവന്ന്. അവരെ കോൺടാക്ട് ചെയ്യാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതെ. ഓക്കെ. വേറെ ആർക്കും സംശയമൊന്നും ഇല്ല. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആര്യ, താങ്ക് യു സാർ വളരെ നന്നായി തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുമായി കോൺടാക്ട് ചെയ്യുക. ഇനിയും അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.